അസാധാരണ നീക്കവുമായി ശബരിമല തന്ത്രി കണ്ഠരയുടെ രാജിവരം. തന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് കത്ത് നൽകി. പകരം തന്ത്രിസ്ഥാനത്തേക്ക് മകൻ കണ്ഠരയുടെ ബ്രഹ്മദത്തനെ പരിഗണിക്കണം. മേൽശാന്തി ഇന്റർവ്യൂ നടക്കുകയാണ്. ഇന്റർവ്യൂ ബോർഡിൽ താഴ്മൺ കുടുംബത്തിൽ നിന്നുള്ള 2 തന്ത്രിമാരും വേണമെന്നും ആവശ്യം. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്നൊരു നീക്കം? ബാദു, ഇതിനകത്ത് വായിച്ചതിൽ ചെറിയൊരു തിരുത്ത്. അതായത് മേൽശാന്തി ഇന്റർവ്യൂ നടക്കുമ്പോൾ താഴ്മൺ കുടുംബത്തിൽ നിന്നുള്ള 2 തന്ത്രിമാരും സാധാരണ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ മേൽശാന്തി ഇന്റർവ്യൂവിന്റെ സമയമാണ്. സ്വാഭാവികമായും അവിടുത്തെ തന്ത്രി എന്ന നിലയിൽ കണ്ഠർ രാജീവർ കൂടി അതിൽ പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി ആയതോടെ അല്ലെങ്കിൽ അറസ്റ്റിലായി ജയിലിലായതിനു ശേഷം പിന്നീട് പുറത്തിറങ്ങിയിട്ടും സന്നിധാനത്തേക്ക് തന്ത്രി സ്ഥാനത്തുള്ള രാജീവർ കയറിയിരുന്നില്ല. ഈ ശബരിമലത്തിന്റെ ഓരോ തീർത്ഥാടന കാലം ചിങ്ങം മുതൽ കർക്കിടകം വരെ വരുന്ന സമയത്ത് ഓരോ തന്ത്രിമാരും മാറി മാറിയാണ് വരാറ്. നിലവിൽ മഹേഷ് മോണ്ടറാണ് ശബരിമല തന്ത്രിയായിട്ടുള്ളത്. ഇനി ഈ വരുന്ന ഓഗസ്റ്റ് മാസം മുതൽ തന്ത്രി സ്ഥാനത്ത് അവരുടെ കുടുംബത്തിന്റെ റുട്ടീൻ അനുസരിച്ച് അത് മാറി വരുന്നതനുസരിച്ച് രാജീവ് കണ്ഠരാണ് ഓഗസ്റ്റ് മുതൽ തന്ത്രിയാകേണ്ടത്. സ്വാഭാവികമായും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ തന്ത്രിയാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഇത് മുന്നിൽ കണ്ടിട്ടാണ് രാജീവ് കണ്ഠർ ഇനി തന്ത്രി സ്ഥാനത്തേക്ക് ഞാനില്ല എന്ന നിലപാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അറിയിച്ചിരിക്കുന്നത്. പകരം മകൻ ബ്രഹ്മദത്തൻ കണ്ഠരെ തന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതായത് അസാധാരണമായ ഒരു നീക്കമാണ്. സാധാരണഗതിയിൽ കേസിൽ പ്രതിയായ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാമെങ്കിലും അത് നിയമപ്രശ്നത്തിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പാണ്. അതിനിടയിൽ ഈ നിയമനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ അഭിപ്രായം തേടാനുള്ളൊരു നീക്കം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകുന്നുണ്ടോ? മാധു, അതിനകത്തുള്ള പ്രശ്നം ഇപ്പോൾ മേൽശാന്തി ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ നടക്കുകയാണ്. ഈ ഇന്റർവ്യൂവിൽ നിലവിൽ മോഹൻരെ കണ്ഠര് സ്വാഭാവികമായും അതിന്റെ ഭാഗമാകേണ്ടതാണ്. അദ്ദേഹം ഇപ്പോഴില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ മകൻ ബ്രഹ്മദത്തൻ കണ്ഠരെ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എല്ലാ ഡേ ടു ഡേ നടപടിക്രമങ്ങൾക്കും അവിടുത്തെ ഹൈക്കോടതി വെച്ച സമിതിയുടെയും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെയും അനുമതി വേണം. ആ സമയത്ത് ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കത്തും അതുമായി ബന്ധപ്പെട്ട് ഇനി തുടർ എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്ന തീരുമാനവും ദേവസ്വം ബോർഡ് സ്വന്തം നിലയിലെടുക്കുന്നതിന് പകരം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ കൂടി അഭിപ്രായം അറിഞ്ഞിട്ട് ചെയ്യാമെന്ന തീരുമാനം അവർ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിൽ ബന്ധപ്പെട്ടത്. റഹീസ് റഷീദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. തന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്ത്രി ഒരു അസാധാരണ നീക്കം നടത്തിയിരിക്കുന്നു. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരാണ് ഇങ്ങനൊരു നീക്കം നടത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്റർവ്യൂ അടക്കം നടക്കുകയാണ്. മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ടപ്പോൾ അതിൽ കോടതിയുടെ നിലപാട് അറിയാം എന്നുള്ളൊരു നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് ദേവസ്വം ബോർഡ്. ഇങ്ങനെ 2 കാര്യങ്ങൾ നടക്കുകയാണ്. റഹീസ് റഷീദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.